ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജുവിനെ കാണാതെ വന്നപ്പോ ഇവക്കൊരാദി. അത് സാധാരണയല്ലയോ? ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകുന്നതല്ലയോ? ഭാര്യ അതിന് അവനിവിടെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. രാജു, നമുക്ക് ഇവിടെ ഇരിക്കാം. രാജു എന്നോട് പേരിക്ക്. രാത്രി ഏറെ വൈകി. മാഡത്തിന് ഉറക്കം വരുന്നില്ലേ? മാഡം കിടന്നോ? എനിക്ക് ഒറ്റയ്ക്ക് കട്ടിലിൽ കിടക്കാൻ പേടിയാ. രാജു കൂടി എന്റെ അടുത്ത് കിടക്ക്. മാഡം, രാജു എന്റെ അടുത്ത് കിടക്ക്. വാ, കിടക്ക്. മാഡം കിടക്ക്. മാഡം, മാഡം, ഈ രാത്രി എത്ര സുന്ദര. നാളെ നേരം എടുക്കാതിരുന്നെങ്കിൽ. ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കൂട്ടുകാരോടൊപ്പം കമ്പനി കൂടിയ ചിലപ്പോ വീട്ടിൽ ചെന്നില്ലെന്നൊക്കെ വരും. പക്ഷെ രാജു അങ്ങനെയല്ല. എവിടെ പോയാലും എത്ര രാത്രിയായാലും അവൻ വീട്ടിൽ വന്നേ ഉറങ്ങും. ആ രാജുവാ ഇന്നലെ ഈ വീട്ടില് വരാതിരുന്നേ. അതൊന്ന് തിരക്കണോന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവനെന്തോ അത്യാവശ്യത്തിന് പോയി നിക്കാണെന്നല്ലേ വേണോട്ടം വിളിച്ചപ്പോ പറഞ്ഞത്? അപ്പൊ അവൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലേ? ആ, പറഞ്ഞിരുന്നു. പിന്നെന്തിനാണ് എല്ലാവർക്കും ഈ വേവലാതി? അവൻ ജീവിച്ചിരിപ്പുണ്ട്. അവനൊന്നും പറ്റിയതുമില്ല. അമ്മയ്ക്ക് ഇതിന്റെ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. ഇതിലെന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്, അതുറപ്പാ. എന്റെ മോൻ എന്നോട് നുണയൊന്നും പറയാറില്ല. ഓ ഭാഗ്യം. ഇരിക്കുന്നെന്റെ മോനുണ്ടല്ലോ, അവൻ നുണയേ പറയൂ. എനിക്കിട്ടതാകുന്നതല്ലേ? അല്ല, എന്റെ ചോദ്യം ഇതാണ്. സ്വന്തം മകനെ കാണാതായിട്ടേ
ഇവിടെ അയാളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ടെൻഷനും ഇല്ലല്ലോ. ഉം, ഉം. ഉം. ഇവിടെ എന്താ വട്ടമേശ സമ്മേളനോ അതോ കുടുംബയോഗോ? രാജു ഇന്നലെ രാത്രി ഇവിടെ വന്നില്ലല്ലോ, അതിനാ ഇവരെല്ലാരും പ്രയാസപ്പെട്ട് നിൽക്കുന്നത്. മാതാപിതാക്കളായ എനിക്കും നിനക്കുമില്ലാത്ത എന്തു മനപ്രയാസ ഇവർക്ക്? അല്ല, രാത്രി ഒരാള് കാണാതായിട്ട് ആൾ എവിടെയാണെന്നെങ്കിലും നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? ആ ആ രാജു വർമ്മ സാറിന്റെ PA അവൻ സാറിനോടൊപ്പം ഉണ്ടാവും. PAക്ക് രാത്രി വർക്കൊന്നുമില്ലല്ലോ. എന്നൊന്നും പറയാൻ പറ്റില്ല. മിനിസ്റ്റർ ഒത്തിരി തിരക്കുള്ള ആളല്ലേ. ചിലപ്പോ അവര് രണ്ടുപേരും കൂടി പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ആ, അത് തന്നെ എന്റെ സംശയം. അവര് രണ്ടും കൂടെ എങ്ങോട്ടെങ്കിലും പോയി കാണും. ആ രമ്യ എന്താ അർത്ഥാക്കണേ? എന്റെ ടെൻഷൻ ഇവിടെ എല്ലാവർക്കും അറിയാലോ. ഇവള് രാജുവേ ശരണം എന്നും വിചാരിച്ചോണ്ടല്ലേ നടക്കുന്നത്. രാജുവിനെ കാണാതെ വന്നപ്പോ ഇവക്കൊരാദി. അത് സാധാരണയല്ലയോ, ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകുന്നതല്ലയോ. ഭാര്യ അതിന് അവനിവിടെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഞാനിവക്കൊരു മനസമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞു പോയതാ. മുണ്ടക്കലമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രമ്യക്ക് മനസ്സും കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. എന്റെ മകന്റെ കല്യാണം നടന്നിട്ടില്ല. അതിന് അച്ഛൻ ഇത്ര ചൂടാവണം എന്തിനാ? രാജു ഇവിടെ പോയെന്നല്ലേ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേടാ, അവൻ വർമ്മ സാറിന്റെ വീട്ടിലുണ്ടാവും. എങ്കിലേ ഞാൻ അംബിക മേഡത്തെ വിളിച്ചിപ്പോ ചോദിക്കാം. അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്. ആ, ഇതൊക്കെ ഇവര് തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളല്ലേ? അതേടാ, അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണെന്ന് കരുതിക്കോ. അവന്റെ ഒരു ചോദ്യം ചെയ്യല് എന്നുവെച്ചാ ഞാനേതാണ്ട് കള്ളപ്പുള്ളിയല്ലേ? മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു പ്രേമം. ആശം എടുത്തേക്കാം. ഹലോ രമ്യേ. അംബിക മേഡം, ഞാൻ രാജുവിന്റെ വീട്ടിൽ പോയിരുന്നു. ആ പറയ് രമ്യേ. രാജു വീട്ടിലില്ല. അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചേ. അകലെ